ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ വകുപ്പിൻ്റെ പ്രവർത്തനത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിൽ സുതാര്യത, അഴിമതിരാഹിത്യമൊക്കെയാണ്. നമ്മുടെ വകുപ്പിൻ്റെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ജനറലി? കേരളത്തിലെ 2 വകുപ്പുകളെക്കുറിച്ച് എല്ലാ കാലത്തും വലിയ ആക്ഷേപങ്ങളും പരാതികളും ഉണ്ടായിട്ടുണ്ട്. അത് തദ്ദേശവും റവന്യൂവാണ്. അഴിമതി സംബന്ധിച്ച് അതിൻ്റെ കാരണം ഈ 2 വകുപ്പുകളും ജനങ്ങളുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നു, ഏറ്റവും കൂടുതൽ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചില നടപടികൾ സ്വീകരിച്ചത്. അപ്പം അതിനുള്ള അഴിമതി ഗണ്യമായി കുറയ്ക്കാൻ ഉള്ള മാർഗം എന്താണ്? ആളുകൾ ഒരു സേവനത്തിന് വേണ്ടി നേരിട്ട് ഓഫീസിൽ വരുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട നടപടിയാണ്. ഇപ്പോൾ സേവനങ്ങൾ ഓൺലൈനാക്കി മാറ്റുക. സേവനങ്ങൾ ഓൺലൈനാക്കി മാറ്റുന്ന സമയത്ത് നേരിട്ട് പോട്ട് ആവശ്യം വരുന്നില്ല. അപ്പോൾ അഴിമതിയുടെ സാധ്യത ഗണ്യമായിട്ട് കുറയുന്നു. അതിനാണ് കെ-സ്മാർട്ട് എന്ന ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവന്നത്. മൊബൈൽ ആപ്ലിക്കേഷനും കൊണ്ടുവരികയുണ്ടായി. കെ-സ്മാർട്ട് ആദ്യം ഞങ്ങൾ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നടപ്പാക്കി. വളരെ രസകരമായിരുന്നു അന്നത്തെ സ്ഥിതി. നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടല്ലോ, ഒരു പുതിയ കാര്യം വന്നാൽ അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് മഹാപ്രശ്നമാണ് എന്ന് പ്രചരിപ്പിച്ചു. അതിൽ ആ പ്രചരണത്തിന് സ്ഥാപിത താല്പര്യക്കാരുണ്ടായിരുന്നു. അഴിമതിക്കാരായിട്ടുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലായി, ഇത് വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർ പല കഥകളും പടച്ചു വിട്ടു. നമ്മുടെ മാധ്യമങ്ങളിലൊരു വിഭാഗം ഇതിൻ്റെ വസ്തുതയൊന്നും അന്വേഷിക്കാൻ മെനക്കെടാതെ ഈ കഥകൾ പ്രചരിപ്പിച്ചു. ഒരു തലക്കെട്ട് ഞാനെപ്പോഴും മറക്കില്ല. ഈ തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അറിയാമല്ലോ, കുറച്ച് നീണ്ടുപോവുകയും വെട്ടിപ്പൊളിച്ചിടുകയൊക്കെ ചെയ്തു. കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഒരു പത്രം തുറന്നു നോക്കുമ്പോൾ വലിയ തലക്കെട്ട്, ഈ പൊളിഞ്ഞിറക്കുന്ന റോഡുകളൊക്കെ ഉണ്ട്, ഈ മറ്റേ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകളൊക്കെ. തലക്കെട്ട് എന്താണെന്നറിയാം? ഇതോ കെ-സ്മാർട്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ കെ-സ്മാർട്ട് എന്ന സോഫ്റ്റ്വെയറും റോഡ് പണിയും തമ്മിൽ യാതൊരു ബന്ധമില്ല. പക്ഷേ ആളുകളുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെയും കാരണം കെ-സ്മാർട്ടാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ അത്രമാത്രം നിരുത്തരവാദപരമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്ത മാധ്യമങ്ങളുണ്ട്. പക്ഷേ ഇതിൽ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ട് ഈ പരിഷ്കാരമായിട്ട് മുന്നോട്ട് പോയി. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ വിമർശകർക്കെല്ലാം ഇത് കൊള്ളാം എന്ന് പറയേണ്ടി വന്നു. ആദ്യം അത് പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, എതിർത്തതാണല്ലോ, എങ്ങനെ പറയും എന്ന്. പക്ഷേ പതുക്കെ നിശബ്ദമായി പിന്നീട് അവരും അംഗീകരിച്ചു ഇതിൻ്റെ മികവ്. 1 കൊല്ലം ഞങ്ങൾ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും വിജയകരമായി നടപ്പാക്കി. തൊട്ടടുത്ത വർഷം 2025 ഏപ്രിൽ മുതൽ എല്ലാ പഞ്ചായത്തുകളിലും ഒരുമിച്ച് റോൾ ഔട്ട് ചെയ്തു.